ഹലോ നമസ്കാരം. തക്കാളിയുടെ വിത്ത് എങ്ങനെ ശരിയായ രീതിയിലും വളരെ എളുപ്പത്തിലും കളക്ട് ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ എങ്ങനെ പാകാം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തക്കാളി 2 കഷ്ണങ്ങളാക്കി മുറിക്കാം. മുനയുള്ള കത്തി എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ 4 അറകളാണ് വരുന്നത്. ഓരോ അറയുടെയും 3 വശങ്ങളിലായി ഇതുപോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പതുക്കെ ഒന്ന് പുറത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് വളരെ എളുപ്പത്തിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മുടെ തക്കാളിക്ക് കേടുപാടുകളൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വരുന്ന വിത്തുകളെല്ലാം കളക്ട് ചെയ്ത് ബാക്കി വരുന്ന തക്കാളി നമുക്ക് കറിയിലേക്കോ അല്ലെങ്കിൽ സോസ് ഉണ്ടാക്കാനോ എന്തിനാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് കാണാനായിട്ട് കഴിയും എത്ര എളുപ്പത്തിലാണ് വിത്തുകൾ എടുത്തത് എന്ന്. അതുപോലെ തന്നെ വിത്തുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് സാധിച്ചു. ഇതൊരു വളരെ നല്ലൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ അറിവ് എത്തിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് വിത്തുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ വിത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലിട്ടതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എല്ലാം എങ്കിലും നമ്മുടെ വിത്ത് പാകുന്ന സമയത്ത് കട്ട കുത്തി നമ്മുടെ ചെടികൾക്കെല്ലാം വളർച്ചയ്ക്കൊക്കെ വളരെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ ചെടി പറിച്ച് നടുന്ന സമയത്തായാലും വളരെ ബുദ്ധിമുട്ട് ആണ്, വേരുകളൊക്കെ അറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെയായിരിക്കും നമുക്ക് ആദ്യം ലഭിക്കുക. കട്ട കുത്തിയ രീതിയിലായിരിക്കും വിത്ത് ലഭിക്കുക. ഇങ്ങനെ വാഷ് ചെയ്യുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഇത് വിത്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2 മിനിറ്റ് വാഷ് ചെയ്തപ്പോഴേക്കും നമുക്ക് അതിൻ്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും. വിത്തുകളെല്ലാം സെപ്പറേറ്റായി വെള്ളത്തിനടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പാകാനായിട്ട് സാധിക്കും. ഇനി പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിത്ത് പാത്രത്തിലോ മറ്റോ ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായി ഉണങ്ങിയ മണ്ണ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉണങ്ങിയ മണ്ണ് തന്നെ എടുക്കാനായിട്ട്. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് നമുക്ക് അതിൻ്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും. വിത്തുകളെല്ലാം സെപ്പറേറ്റ് ആവുന്നതായിട്ട് കാണാം. ഇപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും വിത്തുകളെല്ലാം മൺകട്ടകളായിട്ട് ചെറിയ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നത്. നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതെല്ലാം വിത്തുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പാകാനായിട്ട് സാധിക്കും. വെറുതെ വിതറി മണ്ണ് ഇങ്ങനെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കട്ട കുത്താതെ നല്ല ഗ്യാപ്പിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറിച്ച് നടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. അതുപോലെ ട്രയലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വിത്ത് പാവുമ്പോൾ നമ്മൾക്ക് ഇതുമാതിരി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വിത്തുകൾ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ നമസ്കാരം.